ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഇതൊരു ഫാമിലി വ്ളോഗാണ്. ഞാനും വൈഫും കുഞ്ഞും കൂടെയാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയേ കാണാം. അങ്ങനെ കൃത്യം 11 മണിക്ക് തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും യാത്ര തുടങ്ങി. ട്രിവാൻഡ്രം ടു കന്യാകുമാരി എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബ് യാത്ര തന്നെയാണ്. ശരിക്കും 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ പിന്നെ 1 മണിക്കൂർ ഡിലേ ഓൾറെഡി നമ്മളെ ഇറങ്ങിയപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. ഇൻട്രോ ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വഴിയിൽ വെച്ചെടുത്ത ഇൻട്രോ ആണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ഓയോയിലാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ എന്നാലും അധികം കൂടുതലെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ദിവസം മുന്നേ ആയിരുന്നു ഞാനിത് ബുക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടിയേനെ. എനിവേ, എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓയോ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് ശരിക്കും 12 മണിയാണ്. എന്തായാലും 12 മണിക്കകത്ത് നമ്മൾ എത്തത്തില്ല. കാരണം നമ്മൾ വണ്ടി വഴിയിൽ നിർത്തി റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം യാത്രാക്ഷീണം അറിയത്തില്ല. അങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു. ശരിക്കും ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞുള്ള റോഡ് അത്യാവശ്യം സൂപ്പറാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വരുന്ന വഴിക്കൊന്നും അങ്ങനെ വേറെ പൊട്ട റോഡൊന്നും കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല അടിപൊളി റോഡ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോകുന്നു എന്ന് ജസ്റ്റ് ഫ്രണ്ട്സിലും ഫാമിലിയിലും ജസ്റ്റ് ഒന്ന് അറിയിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് ഒരു കാര്യം എന്ന് പറയുന്നത്, നീ എങ്ങനെയാണ് ഈ ബൈക്കിൽ പോകുന്നത്, നിനക്കെന്താ വട്ടമുണ്ടോ ഇത്രയും ദൂരം പോകാൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കമൻസാണ് ഞാൻ കണ്ടത്. ശരിക്കും അവരത് എന്തർത്ഥത്തിൽ അങ്ങനെ പറയുന്നു എന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ബൈക്ക് റൈഡിൻ്റെ ഫീൽ അറിഞ്ഞവർ ശരിക്കും ബൈക്ക് റൈഡ് മാത്രമേ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ഒരു റൈഡ് 2 എപ്പിസോഡായിട്ട് ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്തായാലും നമ്മൾ കന്യാകുമാരി പോകുമ്പോഴത്തേക്കും സൂര്യാസ്തമയവും സൂര്യോദയവും കാണണം. അതെന്തായാലും ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല, നമ്മളിപ്പോൾ പോകുന്ന ടൈം വെച്ചിട്ട്. അപ്പോൾ എന്തായാലും 2 ദിവസത്തെ ടൈം എന്തായാലും ഡിലേ വരും. കൂടാതെ വിവേകാനന്ദ പാറയും ഗാന്ധി മന്ദിരവും അതുപോലെ തന്നെ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചുവും കാണണം. അങ്ങനെ ഹോട്ടലിലെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് 12 മണിയാണ്. ഏകദേശം 3 മണിയോട് അടുപ്പിച്ച് നമ്മളവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ അൽജമീൻ. അപ്പം ഞാൻ 2 അതിഥികളെ കാണിച്ചു തരാം. അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് വേറെ ലെവലായിട്ട് ഇരിപ്പുണ്ട് രണ്ടുപേരും. അങ്ങനെ ഇവിടുന്ന് കീ ഒക്കെ മേടിച്ച് ചെക്ക് ഇൻ ചെയ്തു. ശരിക്കും നമ്മളിപ്പോൾ റൂം എടുത്തിട്ട് നമുക്ക് റൂമിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാനുള്ള സമയം കൂടിയില്ല. കാരണം നേരെ ഈ ലഗേജ് വയ്ക്കുക, നേരെ ബീച്ചിലോട്ട് പോകുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഉള്ളൂ. അതിനകത്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും വേണം. അതുപോലെ തന്നെ റൂമൊക്കെ അത്യാവശ്യം പ്രൈസിന് വേർത്താണ്. അങ്ങനെ നേരെ 2 വീലർ എടുത്ത് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. നമ്മളെടുത്തിരിക്കുന്ന സ്റ്റേയിൽ നിന്ന് കറക്റ്റ് 800 മീറ്ററേ ഉള്ളൂ ബീച്ച്. അപ്പോൾ വളരെ നിയർ ബൈ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വിവേകാനന്ദ പാറ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ദേ ഈ ക്യൂവിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോവുകയാണ്. ഇത് അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ശരിക്കും. ഈ പോകുന്ന വഴിക്ക് തന്നെ 2 ചുറ്റും ഫുള്ള് ഷോപ്പുകളാണ്. പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. ബാഗ് മാത്രമുള്ള കടകൾ, കിഡ്സിൻ്റെ ടോയ്സ് ഉള്ളതുണ്ട്, ഫാൻസി ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പല പല ഷോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ജനസമുദ്രമായിരുന്നു. ഇവിടെ ശരിക്കും 2 ടിക്കറ്റാണുള്ളത്. ഒന്ന് 75ൻ്റെ ടിക്കറ്റും പിന്നെ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റും. 75ൻ്റെ ടിക്കറ്റ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ക്യൂ ഉണ്ട്. പിന്നെ അതുപോലെ 300 രൂപയുടെ റിസർവേഷൻ ടിക്കറ്റാണ് ഈ കാണുന്നത്. റിസർവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് വന്നിട്ട് ഈ കൂടുതൽ എമൗണ്ട് കൊടുത്ത് നമ്മൾ കയറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിലും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിംഗ് സർവീസ് 4 മണിക്ക് ശേഷം ഇല്ല എന്നുള്ളത്. പിന്നെ ബോട്ടിംഗ് സർവീസ് ഇല്ലാതെ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തിരികെ നടന്നു. ശരിക്കും ഇവിടുത്തെ ടിക്കറ്റ് സർവീസ് വളരെ ദുരന്തമാണ് കേട്ടോ. കാരണം പറയാതിരിക്കാൻ വയ്യ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സംഭവം ഇല്ല. ഇവിടെ എത്രയൊക്കെ ആൾക്കാരൊന്ന് ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലവർ കയ്യൂക്ക് കൊണ്ട് കയറി അങ്ങ് ഇടയിൽ കയറുന്ന കാണാം. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പറായിട്ടൊരു മോണിറ്ററിങ്ങോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതൊരു ഭയങ്കര ശോകമാണ്. പിന്നെ ഓഗസ്റ്റ് 15ൻ്റെ ഹോളിഡേയും വീക്കെൻഡും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കുമാണ് ഇത്രയും റഷ് വരുന്നത്. സാധാരണ ഇത്രയും തിരക്ക് കാണുന്നതല്ല. അപ്പോൾ അതും ഒരു കാരണമാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് വളരെ അടിപൊളിയായിട്ട് തേഞ്ഞൊട്ടിയിട്ടുണ്ട്. അപ്പം ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടും കുറേ നേരം ക്യൂവിൽ നിന്നിട്ട് പോലും ഒന്നും നടന്നില്ല എന്നുള്ളതൊരു ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വിവേകാനന്ദ പാറയും ബോട്ടിങ്ങൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യക്കുട്ടൻ്റെ കൈയും പിടിച്ച് ഞാനങ്ങ് നടന്നു. അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ നേരെ ഫ്രണ്ടിലായിട്ട് വിവേകാനന്ദ സ്വാമിയുടെ ഒരു ശില കണ്ടു.
അപ്പോൾ ഇന്ന് എന്തായാലും വിവേകാനന്ദ പാറ കാണാൻ പോക്ക് നടക്കത്തില്ല. അപ്പോൾ തൽക്കാലം ഇതെങ്കിലും കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൂപ്പൻ കാര്യമായിട്ട് ആരുടെ അടുത്ത് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പിന്നെ കഴിഞ്ഞ് ആദ്യമായിട്ടും അപ്പൂപ്പൻ ഒന്ന് വൈബൊക്കെ ആയി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സെൽഫിയൊക്കെ എടുത്തപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്തും കൂടെ സെൽഫിക്ക് കൂടിക്കോളാൻ പറഞ്ഞു. ദേ ഈ കാണുന്നതാണ് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 133 അടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എവിടെ നിന്ന് കഴിഞ്ഞാലും ഇത് നമുക്ക് വിസിബിളാണ്. ഗൈസ്, ദേ ഈ കാണുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്പോട്ടാണ്. ഇതാണ് ഗാന്ധി മന്ദിരം. 1949 ഗാന്ധിജിയുടെ ചിതാഭസ്മം കുറേ സ്ഥലങ്ങളിലായിട്ട് നിമജ്ജനം ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്പോട്ട് ദാ ഇവിടെയാണ്, കന്യാകുമാരിയിലാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ. ശരിക്കും ഈ ഒരു കെട്ടിടത്തിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ആ കാണുന്ന ഹോളുണ്ടല്ലോ, ആ ഹോളിലൂടെ ഒരൊറ്റ ദിവസം മാത്രമേ, വർഷത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ അതിലൂടെ സൂര്യപ്രകാശം കടന്നു വരത്തുള്ളൂ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് മാത്രം. അതുപോലെ ആ സൂര്യപ്രകാശം നേരെ താഴെ വെച്ചിരിക്കുന്ന പീഠത്തിലാണ് അടിക്കുന്നത്. ആ പീഠത്തിലായിരുന്നു ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതൊരു മ്യൂസിയം കൂടിയാണ്. ഗാന്ധിജിയുടെ ഒരുപാട് വെറൈറ്റി ഫോട്ടോസ് കാണാൻ പറ്റും, സ്വാതന്ത്ര്യ സമരത്തുള്ളതും. അതെല്ലാം വളരെ റെയർ പിക്സാണ്. നമുക്ക് ഗൂഗിളിൽ പോലും അവൈലബിൾ അല്ലാത്ത കുറേ പിക്സ് ഇവിടെ കാണാൻ സാധിച്ചു. അതൊരു ഭയങ്കര ഫ്രഷ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി സന്ദർശകരുണ്ടെങ്കിലും ഭയങ്കര സൈലൻസ് ആണ് ഇതിനകത്ത്. അതുകൂടാതെ ഈ ഒരു ചൂടത്ത് പോലും ഈ ഫ്ലോറിലുള്ള മാർബിളിൻ്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല, ഇവിടെ മാത്രമാണ് എനിക്ക് അത്യാവശ്യം ഇത്തിരി തണുപ്പ് കാണാൻ സാധിച്ചത്. പിന്നെ കുറച്ച് നേരം തറയിലിരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത യാത്ര തുടങ്ങിയത്. ഗാന്ധി മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഭാരതാംബയുടെ ഒരു ശില്പം കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് കടലും കാണാൻ സാധിക്കും. കന്യാകുമാരിയെ മറ്റേതൊരു പ്രദേശത്തേക്കാളും യുണീക്ക് ആക്കുന്നത് ഇവിടുത്തെ കടലിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. അതുകൂടാതെ തമിഴ്നാടിൻ്റെ ഏറ്റവും റിച്ചസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്നതും കന്യാകുമാരി തന്നെയാണ്. അങ്ങനെ സൺസെറ്റ് കാണാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ കുറേ ഷോപ്പുകളിൽ നമ്മളങ്ങ് കയറിയായിരുന്നു. അപ്പോൾ ഏതെടുത്താലും 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെ കുറേ റേഞ്ചിൽ കുറേ സെഗ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ നടത്തി ഒന്ന് അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അടുത്ത് പോയത്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ലേഡീസിനെയും കിഡ്സിനെയും മാത്രമാണ്. കാരണം ജെൻസിനായിട്ട് ഒരു പ്രോഡക്റ്റ്സ് ഒരു കടയിലും അവൈലബിൾ അല്ല. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഈ ലേഡീസിൻ്റെ ഐറ്റംസും കിഡ്സിൻ്റെ ഐറ്റംസും മാത്രമേ കാണാവുള്ളൂ. അങ്ങനെ കുറേ ദൂരം നടന്നതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റാനായിട്ട് ഫൈനലി നമ്മളൊരു കോഫി കുടിക്കാൻ തീരുമാനിച്ചു. അവിടെ ഉള്ളൊരു കോഫി ഷോപ്പിൽ കയറി. അത്യാവശ്യം ഈവനിങ് സ്നാക്സൊക്കെ ഇവിടെ റെഡിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വിശന്നിരുന്നതുകൊണ്ട് നൈസായിട്ടൊരു കോളിഫ്ലവർ ഫ്രൈയും 2 ഫിൽറ്റർ കോഫിയും പറഞ്ഞു. ആദ്യക്കൂട്ടനും ഇവിടുത്തെ കോളിഫ്ലവർ ഫ്രൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ടൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് സൺസെറ്റ് കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന ഷോപ്പുകളെല്ലാം ഭയങ്കര പ്രീമിയമാണ്. ശരിക്കും ഞാൻ മുന്നേ വന്നിട്ടുള്ളപ്പോൾ ഉണ്ടായിരുന്ന കന്യാകുമാരി ഒരു ഫേസേ അല്ല. ഇപ്പോൾ ഒരുപാട് പ്രീമിയം കൗണ്ടേഴ്സും ഔട്ട്ലെറ്റ്സും അങ്ങനെ ഒരുപാട് നല്ല അടിപൊളി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് ലക്ഷറി ആയിട്ടുണ്ട് കന്യാകുമാരി മൊത്തത്തിൽ. അങ്ങനെ സൺസെറ്റ് കാണാൻ പോയപ്പോൾ പറ്റിയൊരു ചെറിയ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് നടന്നാണ് പോയത്. അപ്പോൾ ഞാനും വിചാരിച്ചു സൺസെറ്റ് കുറച്ച് അടുത്തായിരിക്കും, കാരണം വലിയ ദൂരമില്ല, എല്ലാവരും നടക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ നമ്മളൊന്ന് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നിന്ന് ഏറെക്കുറെ 2.5 കിലോമീറ്ററോളം നടക്കണം, അപ്പോഴാണ് സൺസെറ്റ്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, 2.5 കിലോമീറ്റർ മാത്രം അങ്ങനെ നടന്നു. പോകുന്ന വഴിക്ക് കടലിൻ്റെ സീനിക് ബ്യൂട്ടിയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് നമ്മൾ പോയത്. അതുപോലെ തന്നെ സൂര്യൻ്റെ ഒരു കളർ ഷെയ്ഡ് മാറി വരുന്ന കാണാം. ഈ സൺസെറ്റിലേക്ക് പോകുന്ന ഒരു ടൈമിലുള്ള ഒരു കളർ ചേഞ്ച് ആണത്. ഇവിടുത്തെ വഴിയോര കാഴ്ചകളെല്ലാം വേറെ ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി നടക്കുകയാണ്. എത്ര നടന്നിട്ട് സൂര്യനെ കാണുന്നതല്ലാതെ സൂര്യാസ്തമയത്തിലേക്കുള്ള സ്പോട്ടിൽ എത്താൻ പറ്റുന്നില്ല. അങ്ങനെ നടക്കുന്നതിൻ്റെ താഴെയായിട്ട് ബീച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്ന കുറച്ച് ടൂറിസ്റ്റിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനെ അനുസ്മരമാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പൊളി വൈബാണ്. ആദ്യക്കൂട്ടം കംപ്ലീറ്റ് ഓണായിരുന്നു. ഭയങ്കര വൈബും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു പുള്ളിക്കാരൻ. ട്രിപ്പ് ത്രൂ ഔട്ട് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്തു. നോക്കിയാതി ഹായ് അവൻ പറഞ്ഞ എന്താണെന്ന് ഞാൻ തർജ്ജിമ ചെയ്ത് തരാം. എവിടെയാടാ നീ പറഞ്ഞ സൂര്യൻ? കുറേ നേരം ആയാലും ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ടെററായി തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യാസ്തമയം തുടങ്ങിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി അവിടെ നിന്നാണ് ആ വ്യൂവും ഫുട്ടേജൊക്കെ പകർത്തിയത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് സൺസെറ്റ് കാണുന്നത്, അതും ഇത്രയും അടിപൊളിയായിട്ട്. കാരണം ഒരുപാട് വട്ടം ഇതിനു മുമ്പ് സൺസെറ്റുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും കന്യാകുമാരിലൊരു സൺസെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വേറെ ലെവൽ തന്നെയാണ്. കാരണം അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റും. അപ്പം എനിക്ക് കുറച്ച് ലക്കി ആയിട്ട് തന്നെ തോന്നി. കാരണം വന്നിട്ട് എന്തായാലും ഇത്രയും അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല. ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് അല്ല, ഈ ഒരു സൺസെറ്റ് കണ്ടതോടുകൂടി തന്നെ ഏറെക്കുറെ ഭയങ്കര ഹാപ്പിനെസ് കിട്ടി.
സോ അതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അങ്ങനെ അവിടെ നിന്ന് കംപ്ലീറ്റ് സൺസെറ്റും കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ആദ്യക്കുട്ടനും ബഹളമൊന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് നടന്ന് നമ്മൾ പഴയ സ്പോട്ടിൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ വന്ന് അത്യാവശ്യം സെൽഫിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്ന കണ്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ പ്രീമിയം ഔട്ട്ലെറ്റിൻ്റെ നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭയങ്കര രസമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലക്ഷറി തന്നെയാണ് ഇത് കാണാൻ. ഇവിടെ ഇപ്പം നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ലെവലിലുള്ള ഫുഡും നമുക്കിവിടെ ഉണ്ട്. ഇപ്പം എന്താ പറയുക, സീ ഫുഡ് മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിസ്സ, ബർഗർ, അങ്ങനത്തെ എന്ത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ ഫുഡ് കോർട്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് റഷും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നൈസായിട്ട് ചെറിയ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി. അതിനകത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വൈബിലുള്ള പെൺകുട്ടികളൊക്കെ അത്യാവശ്യം കണ്ടപ്പോഴത്തേക്കും പുള്ളി ഭയങ്കരമായിട്ടൊന്ന് ആക്റ്റീവായി. സ്വാഭാവികം. ചിരിച്ചേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ 1 ഷൂട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. ടയേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വണ്ടി ഓടിച്ച് ഇത്രയും കിലോമീറ്റർ വന്നതും അതുപോലെ നല്ല രീതിക്ക് ഇന്ന് വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡേ 1 ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് നമ്മളെ വിവേകാനന്ദ പാറയും പിന്നെ ഈ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിപ്പോയി, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത്രയും തിരക്ക് കാരണം നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അറിയത്തില്ല നാളെയും പറ്റുമോ എന്നുള്ളത്. കാരണം ഇതിപ്പോൾ 4 ദിവസത്തെ ഹോളിഡേ ആയതുകൊണ്ട് ആന്ധ്രയിൽ നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ റൂമും വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നോക്കട്ടെ എൻ്റെ എങ്ങനെയാണെന്നുള്ള ടൈമൊക്കെ നോക്കിയിട്ടാണ്. എന്തായാലും വിചാരിച്ചിട്ട് നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റി. ഇനി സൺറൈസ് മോർണിംഗ് എന്തായാലും എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യമൊക്കെ ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. പിന്നെ കൂടെ ഉള്ള 2 പേരും അണഞ്ഞൊരു പരുവ് പോയിട്ടുണ്ട്, അവിടെ എവിടെയോ പോയിരിപ്പുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെന്താ പറയുക, നാളത്തെ വ്ളോഗിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.